ഹായ്, വെൽക്കം ബാക്ക്. ലീഡ്സ് അക്കാദമിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ടാൻജൻസ് എന്ന് പറയുന്ന പാഠത്തിൻ്റെ എന്താ ടാൻജൻസ്, നമുക്ക് സ്പർശരേഖകൾ, തൊടുവരകൾ എന്ന് പറയുന്ന പാഠത്തിൻ്റെ മൂന്നാമത്തെ പാർട്ട് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യം പഠിക്കാം. അതിനു മുമ്പ് അതിൻ്റെ കോൺസെപ്റ്റ് പഠിക്കാം. ഇവിടെ ശ്രദ്ധിക്കുക, ഒരു ത്രികോണം ഇവിടെയുണ്ട്, അതിന് അകത്തൊരു വൃത്തമുണ്ട്, ഒരു സർക്കിളുണ്ട് അല്ലേ, ഇൻ സർക്കിൾ. അകത്തുള്ള സർക്കിൾ നമ്മൾ ഇൻ സർക്കിൾ ഇല്ലെങ്കിൽ അന്തർവൃത്തം എന്ന് പറയാം. അപ്പോൾ അന്തർവൃത്തമുണ്ട്, പുറത്തുകൂടി എന്തുണ്ട്, ഒരു ത്രികോണങ്ങളുണ്ട്. അപ്പോൾ ഈ ത്രികോണങ്ങൾ അല്ല ത്രികോണം. അപ്പോൾ നോക്കുക, ഇതിൻ്റെ ഞാൻ പേര് കൊടുക്കാം. പേര് കൊടുത്താൽ എനിക്ക് പറയാൻ കുറച്ച് എളുപ്പമുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ സർക്കിളിൻ്റെ ഒരു ടാൻജൻ്റാണ് എ ബി എന്ന് പറയുന്നത്. ബി സി മറ്റൊരു ടാൻജൻ്റാണ്. അതേപോലെ എ സി എന്ന് പറയുന്ന മറ്റൊരു ടാൻജൻ്റ് അല്ലെങ്കിൽ തൊടുവരയാണ്. ഇത് സർക്കിളിനെ ടച്ച് ചെയ്യുന്ന പോയിൻ്റ് ഞാൻ പി എന്ന് കൊടുക്കുകയാണ്. അതേപോലെ തന്നെ ഈ ബി സിയിൽ ടച്ച് ചെയ്യുന്ന പോയിൻ്റ് ഞാൻ ആർ എന്ന് കൊടുക്കുകയാണ്. ഇവിടെ ടച്ച് ചെയ്യുന്ന പോയിൻ്റ് ഞാൻ പി ക്യു ആർ കിടക്കട്ടെ, പി ആർ ക്യു ഇല്ലെങ്കിൽ പി ക്യു ആർ എന്ന് കിടക്കുകയാണ്, പി ക്യു ആർ. ഓക്കെ, ലിസൺ. അങ്ങനെയെങ്കിൽ ഞാനിവിടെ ചെയ്യാൻ പോകുന്ന കാര്യം ഇതാണ്. അതായത് ലെങ്ത് ഓഫ് ദ ടാൻജൻറ്റ് ഫ്രം എ. എന്താണ് ലെങ്ത് ഓഫ് ദി ടാൻജൻറ്റ് ഫ്രം എ, അതായത് എയിൽ നിന്നുള്ള തൊടുവരയുടെ നീളം. എയിൽ നിന്നുള്ള തൊടുവരയുടെ നീളം, തൊടുവരയുടെ നീളം. ദ ലെങ്ത് ഓഫ് ദ ടാൻജൻറ്റ് ഫ്രം എ, എയിൽ നിന്നുള്ള തൊടുവരയുടെ നീളം. വിച്ച് മീൻസ് ഏതൊക്കെയാണ് എനിക്കറിയേണ്ടത്, എ പിയും എ ക്യൂവും. കാരണം അതാണ് എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്നുള്ള ടാൻജൻസുകൾ. ദെൻ ഇനി എനിക്കറിയണം ലെങ്ത് ഓഫ് ദ ടാൻജൻറ്റ് ഫ്രം ബി, ബിയിൽ നിന്നുള്ള തൊടുവരകൾ ഏതൊക്കെയാണ്, ബി പിയും ബി ആറും. എത്രയാണെന്നറിയാം, ഇത് രണ്ടും ഈക്വൽ ആണെന്ന് നമുക്കറിയാം അല്ലേ. ബി പിയും ബി ആറും ഈക്വൽ ആണ്. കാരണം ഔട്ട് സൈഡിൽ നിന്ന് വരയ്ക്കുന്ന ടാൻജൻസിൻ്റെയൊക്കെ ലെങ്ത് എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. അതേപോലെ തന്നെ എനിക്ക് എന്തറിയണം, സി ക്യു എത്രയാണ്, സി ആർ എത്രയാണെന്ന് അറിയാം. ഇത് രണ്ടും ഈക്വൽ ആണ്. അതുകൊണ്ട് ഒരെണ്ണം കണ്ടുപിടിച്ചാൽ എനിക്ക് മറ്റൊന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ എങ്ങനെ നമുക്ക് ഇതിൻ്റെ ലെങ്ത്ത്, നീളം കണ്ടുപിടിക്കാം? ലെങ്ത് ഓഫ് ടാൻജൻറ്റ് ഫ്രം എ, എയിൽ നിന്നുള്ള തൊടുവരകളുടെ നീളം എങ്ങനെയാണ് കണ്ടുപിടിക്കുക? അതിനൊരു ചെറിയ ഇക്വേഷൻ ഉണ്ട്. അത് പഠിക്കുന്നതിന് മുമ്പ് നമുക്ക് അതിൻ്റെ ഇക്വേഷൻ ഇങ്ങനെയാണ്. ദാറ്റ് ഈസ് എസ് മൈനസ് എ. ലെങ്ത് ഓഫ് ദ ടാൻജൻറ്റ് ഫ്രം എ ഈസ് ഈക്വൽ ടു എസ് മൈനസ് എ. അങ്ങനെയെങ്കിൽ എന്താണ് ഈ എസ്, എന്താണ് ഈ എ? എ എന്ന് പറയുന്നത്, ഇവിടെ നോക്ക്, എ എന്ന് പറയുന്ന ഈ ആംഗിൾ കണ്ടോ, ഇതിൻ്റെ ഓപ്പോസിറ്റുള്ള ഈ വശത്തിൻ്റെ നീളമാണ് സ്മോൾ ലെറ്റർ എ. ഓക്കെ, ദെൻ അടുത്ത ഒരു ആംഗിൾ ഞാൻ മാർക്ക് ചെയ്യുകയാണ്. ബി എന്ന് പറയുന്ന ഈ ആംഗിൾ കണ്ടോ, ഇവൻ്റെ ഓപ്പോസിറ്റുള്ള ഈ വശത്തിൻ്റെ നീളമാണ് സ്മോൾ ലെറ്റർ ബി. ഈ വശത്തിൻ്റെ മുഴുവൻ നീളമാണ് കേട്ടോ, മുഴുവൻ നീളമാണ്. ദെൻ അടുത്തൊരു വശമുണ്ടല്ലോ, അടുത്ത വശം ഏതാണ്, നമ്മുടെ അടുത്ത ആംഗിൾ നോക്ക്, സി എന്ന് പറയുന്ന ആംഗിൾ. ഈ ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ഈ വശത്തിൻ്റെ നീളമാണ് സ്മോൾ ലെറ്റർ സി. അപ്പം എയും ബിയും സിയും എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി എന്താണ് എസ് എന്ന് നോക്കാം. എസ് ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി പ്ലസ് സി ബൈ ടു. പുതിയ 9ാം ക്ലാസ്സുകാർക്കൊക്കെ, ഇപ്പോൾ 9ൽ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ഇക്വേഷൻ അങ്ങനെ തന്നെ പഠിക്കാനുണ്ട് കേട്ടോ. എസ് ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി പ്ലസ് സി ബൈ ടു, അതായത് ചുറ്റളവിൻ്റെ പകുതി. എസ് എന്ന് പറയുന്നത് എന്താണ്, പെരിമീറ്റർ ബൈ ടു. പെരിമീറ്റർ ബൈ ടു, അല്ലെങ്കിൽ മലയാളത്തിൽ നമുക്ക് എന്ത് പറയാം, ചുറ്റളവിൻ്റെ പകുതി. ചുറ്റളവ് ബൈ 2, പെരിമീറ്റർ ബൈ 2. അങ്ങനെയാണെങ്കിൽ എന്താണ് ലെങ്ത് ഓഫ് ദ ടാൻജൻറ്റ് ഫ്രം എ? ദാറ്റ് ഈസ് എസ് മൈനസ് എ. ഇനി ലെങ്ത് ഓഫ് ദ ടാൻജൻറ്റ് ഫ്രം ബി, വെരി സിമ്പിൾ, എസ് മൈനസ് ബി. ലെങ്ത് ഓഫ് ടാൻജൻറ്റ് ഫ്രം സി, സിയിൽ നിന്നുള്ള തൊടുവരയുടെ നീളം എസ് മൈനസ് സി. ഇത്രയും കാര്യങ്ങളൊന്നും ആവശ്യമില്ല കേട്ടോ. ഒരെണ്ണം ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ പണി എല്ലാം എടുക്കാം, നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് നേരെ ചോദ്യത്തിലേക്ക് പോയല്ലോ. റെഡി അല്ലേ? ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യം ചെയ്യല്ലേ? ഓക്കെ, അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ തന്നെയുള്ളൊരു ചോദ്യമാണ്. ദ പിക്ചർ ഷോ ദ ട്രയാങ്കിൾ ഫൗണ്ട് ബൈ 3 ടാൻജൻസ് ടു എ സർക്കിൾ. ഓക്കെ, ഇവിടെ നമ്മൾ നേരത്തെ വരച്ച പോലെ ഒരു സാധനം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ടാൻജൻറ്റുകളുടെ മുഴുവൻ നീളം കൊടുത്തിട്ടുണ്ട്. നമുക്ക് തൽക്കാലം പേര് കൊടുക്കാം, എ ബി സി, ദെൻ പി ക്യു ആൻഡ് ആർ. അപ്പോൾ
നമുക്ക് എന്താ പറയുക, ഓരോ മൂലയിൽ നിന്നും തൊടുന്ന ബിന്ദു വരെയുള്ള തൊടുവരകളുടെ നീളം കണക്കാക്കുക. അതായത് എ പി അറിയണം, എ ക്യു അറിയണം, ബി പി അറിയണം, ബി ആർ അറിയണം, സി ആർ അറിയണം, സി ക്യു അറിയണം. ഇതിന് നമ്മളൊരു ഇക്വേഷൻ പഠിച്ചു വെച്ചിട്ടുണ്ട്. എ എന്നുള്ള ടാൻജൻ്റെ നീളം കണ്ടുപിടിക്കണമെങ്കിൽ എസ് മൈനസ് എ. അപ്പം നമുക്ക് ആദ്യം എസ് കണ്ടുപിടിക്കാം. എസ് ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി പ്ലസ് സി ബൈ 2 അല്ലേ? ആണോ? അതെ. എ എത്രയാണ്? ആരാ എ? എ എന്ന് പറയുന്ന ആംഗിളിൻ്റെ ഓപ്പോസിറ്റുള്ള വശം. ഇവിടെ എ എന്ന് പറയുന്ന ആംഗിളിൻ്റെ ഓപ്പോസിറ്റുള്ള വശത്തിൻ്റെ നീളം എത്രയാണ്? ദാറ്റ് ഇസ് എ 7. ആണോ? അങ്ങനെയെങ്കിൽ എ എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഞാൻ ഇവിടെ എഴുതി വെക്കട്ടെ. എ ഈസ് ഈക്വൽ ടു 7. ബി ഈസ് ഈക്വൽ ടു, ബിക്ക് ഓപ്പോസിറ്റുള്ള വശം 5 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ബി ഈസ് ഈക്വൽ ടു 5. ആൻഡ് സി ഈസ് ഈക്വൽ ടു, സി എന്ന് പറയുന്ന ഈ ആംഗിൾ നോക്കടാ, ഇതിൻ്റെ ഓപ്പോസിറ്റുള്ള സി എന്ന് പറയുന്ന ഈ ആംഗിളിന് ഓപ്പോസിറ്റുള്ള വശത്തിൻ്റെ നീളം എത്രയാണ്? 4 സെൻറ്റിമീറ്റർ. അങ്ങനെയെങ്കിൽ സി ഈസ് ഈക്വൽ ടു എത്രയാണ്? 4. അങ്ങനെയെങ്കിൽ എസ് ഈസ് ഈക്വൽ ടു 7 പ്ലസ് ബി 5 പ്ലസ് സി 4 ഡിവൈഡഡ് ബൈ 2. എത്രയാണ്? 7ഉം 5ഉം 7 പ്ലസ് 5 12. 12 പ്ലസ് 4 16. 16. 16 ബൈ 2 എത്രയാ? 16 ബൈ 2 8 എന്ന് കിട്ടി. ഓക്കെ. ഇനി ലെങ്ത് ഓഫ് ടാൻജൻ ഫ്രം എ. ലെങ്ത് ഓഫ് ടാൻജൻറ്റ് ഫ്രം എ. എയിൽ നിന്നുള്ള തൊടുവരയുടെ നീളം സമം എസ് മൈനസ് എ. എസ് എത്രയാണ്? നമുക്കറിയാം എസ് എത്രയാണ്? എസ് ഈസ് ഈക്വൽ ടു 8. ദെൻ വിച്ച് ഈസ് ഈക്വൽ ടു 8 മൈനസ് എ എത്രയാണ്? 7 എഴുതി. 8 മൈനസ് 7 വിച്ച് ഈസ് ഈക്വൽ ടു 1 സെൻറ്റിമീറ്റർ. നമുക്കെന്ത് കിട്ടി? 1 സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. ഏത്? എയിൽ നിന്നുള്ള ടാൻജൻ്റെ നീളം. അപ്പോൾ ഇതെത്രയാണ്? 1 സെൻറ്റിമീറ്റർ. അങ്ങനെയെങ്കിൽ ഇതും എത്രയായിരിക്കും? 1 ആയിരിക്കും. ഇതിൻ്റെ മുഴുവൻ നീളം 4 സെൻറ്റിമീറ്റർ തന്നിരിക്കുന്നത് അല്ലേ? ഈ ലെങ്ത് മുഴുവൻ 4 സെൻറ്റിമീറ്റർ ആണ്. അങ്ങനെയെങ്കിൽ ഇത് 1 ആണെങ്കിൽ ബാക്കി ഈ നീളം എത്രയായിരിക്കും? 3 ആയിരിക്കും അല്ലേ? ആണോ? മൊത്തം 4 ആണ്, അപ്പുറം 1 ആണ് കിട്ടിയേക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇത് എത്രയായിരിക്കും? 3 ആയിരിക്കും. ഇത് 3 ആണെങ്കിൽ ഇതും ബി ആറും എത്രയായിരിക്കും? 3 ആയിരിക്കും. കാരണം ഔട്ട് സൈഡിൽ നിന്ന് വരയ്ക്കുന്ന ടാൻജൻറ്റുകളുടെ തൊടുവരകളുടെ നീളം എന്താണ്? തുല്യമാണ്. ഇനി നോക്കണം മക്കളെ, ഇത് മുഴുവൻ 7 സെൻറ്റിമീറ്റർ അല്ലേ? ഇത്രയും 3 ആണെങ്കിൽ ഇതിൻ്റെ ബാക്കി എത്രയായിരിക്കും? 4 ആയിരിക്കും അല്ലേ? 4 3 7. ഇത് 4 ആണെങ്കിൽ മുകളിലേക്കുള്ളതും എത്ര തന്നെയായിരിക്കും? 4 സെൻറ്റിമീറ്റർ ആയിരിക്കും. അപ്പോൾ എന്തെങ്കിലും റിസ്ക് ഉണ്ടോ? ഒരു കുഞ്ഞ് സാധനം കിട്ടിയെങ്കിൽ പട്ടക്കത്തിന് തീ കൊടുത്തണ പോലെ കടക്കടക്കടക്കടേ നമുക്ക് ആൻസർ കിട്ടിയോ? ദ ലെങ്ത് ഓഫ് ദ ടാൻജൻ ഫ്രം എ 1 സെൻറ്റിമീറ്റർ. ലെങ്ത് ഓഫ് ദ ടാൻജൻ ഫ്രം ബി 3 സെൻറ്റിമീറ്റർ. ലെങ്ത് ഓഫ് ദ ടാൻജൻ ഫ്രം സി 4 സെൻറ്റിമീറ്റർ. വെരി സിമ്പിൾ അല്ലേ? അടിപൊളിയായിട്ട് പഠിച്ചേക്കാം കേട്ടോ അല്ലേ? അടിപൊളിയായിട്ട് പഠിച്ചേക്കാം. നല്ലൊരു സൂപ്പർ ക്വസ്റ്റ്യൻ ആണ്. പരീക്ഷയ്ക്കൊക്കെ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്ത കണക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. ടേക്ക് കെയർ. ബൈ. താങ്ക് യു.